കേരളത്തിൽ നാം നേരിടുന്ന വിപത്തുകൾ ഒന്നൊന്നായി കടന്നു വരികയാണ്. ക്ഷേത്രങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, എല്ലാത്തിലും നമുക്ക് ഒരു പാരമ്പര്യ രീതിയിലുള്ളത് തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്നാൽ എന്താവും ഇവിടുത്തെ അവസ്ഥ? നാം അഭിമാനത്തോട് പറയും, കേരളം ക്ഷേത്രങ്ങളുടെ നാട്, കലകളുടെ നാട്, ദൈവത്തിൻ്റെ നാട്. ഇതെല്ലാം നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് കാലാകാലങ്ങളായി നാം അനുവർത്തിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ നിർവിഘ്നം നടക്കുന്നതുകൊണ്ടാണ്. അത് നടക്കാതെ പോയാൽ നാം അല്ലാതാവും, കേരളമല്ലാതാവും. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. ഈ യോഗത്തിൽ സന്നിഹിതരായ പൂജനീയരായ സ്വാമിമാരും അടക്കമുള്ള ഈ വേദിയും സദസ്സും അത് ചിന്തിക്കണം. ഈ വിപത്തിനെ നേരിടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് നേരിടേണ്ട സമയം ഇതാണ്. നേരത്തെ അധ്യക്ഷൻ പറയേണ്ടായി, നമ്മൾ വൈകിയാണ് ഉണർന്നിരിക്കുന്നത്. ഇനി വൈകിക്കൂടാ. സ്വാഗത പ്രസംഗത്തിനും അധ്യക്ഷനും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചൊക്കെ ഒരു സൂചിപ്പിക്കേണ്ടായി. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ വേദിയിലും സദസ്സിലുള്ളവരൊക്കെ കുറച്ചൊക്കെ ഈ വക കാര്യങ്ങളിൽ നല്ല അറിവുള്ളവരാണ്. അപ്പം അതുകൊണ്ട് നാം പരസ്പരം അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട. കൂട്ടായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രസംഗിക്കലല്ല, പ്രവൃത്തി മാർഗം സ്വീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുമാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗുരുവായൂർ ദേവസ്വവും കൊച്ചിൻ ദേവസ്വവും തിരുവിതാംകൂർ ദേവസ്വവും ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എല്ലാ കാര്യങ്ങളും നോക്കിയാൽ കോടതിയെ 100% അനുസരിക്കണം. എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. ഭാഗികമായി ചില കാര്യങ്ങളിൽ മാത്രം നിർബന്ധ ബുദ്ധിയോടുകൂടി പെട്ടെന്ന് ഉത്തരവുകൾ ഇറക്കുക, അതിൻ്റെ തടസ്സം സൃഷ്ടിക്കുക. ബാക്കി കാര്യങ്ങളിലൊക്കെ കണ്ണടച്ച് മൗനം പാലിച്ചിരിക്കുന്ന അത് യഥാവിധി തഥാവിധി അതിങ്ങനെ നടക്കുക. അതാണ് നമ്മൾ കാണുന്നത്. ഇത് കഷ്ടമാണ്. ഇതിനെ മാറ്റാൻ നമുക്കൊക്കെ വ്യക്തിപരമായി ഓരോ കാര്യങ്ങളുണ്ട്. ആർക്കും സമൂഹത്തിൻ്റെ കാര്യത്തിൽ വ്യക്തികളുടെ കാര്യം കഴിഞ്ഞിട്ട് സമൂഹത്തിൻ്റെ കാര്യത്തിൽ സമയമുള്ളൂ. ഒക്കെ സ്വന്തം കാര്യം ചിന്തവാം എന്നുള്ളതിലേക്ക് നമുക്ക് പലപ്പോഴും ഈ മീറ്റിങ്ങിന് വരാൻ പോലും സമയം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കണ കാലഘട്ടമാണ്. ഇത് മാറണം. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് കാര്യമായാലും ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ ധൃതി കാണിക്കുന്നു.
ദേവസ്വങ്ങൾ കയ്യിൽ ആനയുണ്ടെങ്കിലും ഉപയോഗിക്കാതെ ഇരിക്കുന്നു. ആചാരാനുഷ്ഠാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ അതിനെ ലംഘിക്കാൻ കൂട്ടുനിൽക്കുക. സ്വാമിമാർ പറയും അതിൻ്റെ കാരണം കലികാലത്ത് ഇതിലപ്പുറം സംഭവിക്കും. അതിന് മോക്ഷം നൽകാൻ സാക്ഷാൽ ജഗദീശ്വരൻ ഒരു വഴിയും എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. നമുക്കൊക്കെ ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു മാർഗം നമ്മളെ പരീക്ഷിച്ചുകൊണ്ട് നമ്മളെ ഒന്നാക്കാനുള്ള ഒരു ശ്രമമായി ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഒന്നായി തീർന്നുകൊണ്ട് ഇതിനെ നേരിടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മേളപ്രശസ്തനായ കിഴക്കൂട്ടനിയന്മാരാണ്. തൃശ്ശൂരിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനം. അദ്ദേഹവും ഞാനും ചേർന്നാണ് ദീപം തെളിയിച്ച് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, സന്തോഷമുള്ളൂ. സദസ്സിനും അത് വേദിക്കും. ഞങ്ങളിതുപോലെ ഒരേ രീതിയിൽ ഒരുമിച്ച് മേളം കൊട്ടുന്നവരാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വിഷമവുമില്ല. ഞങ്ങൾ എല്ലാവരും ഏതാ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മേളം കൊട്ടിയുണ്ട് പാറമേക്കാവിൽ, ഇല്ലേ? പാറമേക്കാവിൽ പെരുവനംനടവയിലൊക്കെ മേളം കൊട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ട് പക്ഷത്ത് തിരുവമ്പാടി പാറമേക്കാവ് അത് തൃശ്ശൂർ പൂരത്തിൻ്റെ രണ്ട് വിഭാഗമാണ്. രണ്ട് ഭാഗത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ട്. അവർ യോജിക്കില്ല എന്നില്ല, അവർ വേണ്ട സമയത്തൊക്കെ യോജിക്കും. നല്ല പൂരമെന്ന കടുത്ത മത്സരം, ആരോഗ്യകരമായ മത്സരം. ആ മത്സരം എന്തിനു വേണ്ടി? നല്ലതിനു വേണ്ടി, കൂടുതൽ കൂടുതൽ നന്മകൾ ഉണ്ടാകാനാണ്, പരസ്പര വൈരാഗ്യത്തിനല്ല. അപ്പോൾ പരസ്പര വൈരാഗ്യം മറന്നുകൊണ്ട് അവശ്യഘട്ടങ്ങളിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തു? ആരൊക്കെ എവിടെയൊക്കെ പാടില്ലാത്തതും പാടുന്നതും ഒക്കെ ചെയ്തു കോവിഡിനെ അതിജീവിക്കാൻ. അപ്പോൾ ഇന്ന് സംജാതമായിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എനിക്കും കിഴക്കൂട്ടനിയന്മാർക്കും യോജിക്കാൻ ഒരു വിരോധമില്ല എന്ന പോലെ ഞാൻ അതാണ് പറഞ്ഞത്. സ്വാമിമാർ രണ്ടുപേര് ചേർന്ന് കത്തിക്കുക. അധ്യക്ഷനും അദ്ദേഹം ശബരിമല കൺവീനർ അദ്ദേഹം കൂടി ചേർത്ത് വേറെ ഒക്കെ ദ്വയം രണ്ടുപേർ ചേർന്നാൽ ഏകമായി. അപ്പോൾ ഏകമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ. ഇതൊരു തുടക്കമാണ്. ഇതുപോലെ പോരാ. നമ്മൾ മൊത്തം സമൂഹം ഒന്നാവണം. സമൂഹത്തിലെ അനാചാരങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി, സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് കേരളീയർക്ക് അതിന് കഴിയണം, അതിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഞാനും അനിയേട്ടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആരാധ്യനായ ഈശ്വർജി വേദിയിലേക്ക് വരും. ഞാൻ സംഘാടകന്റെ ഒരു ഭാഗമായി ഇവിടെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.